ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇങ്ങനാണോ ഒരു ബോസിനോട് കേവലം ഒരു PA സംസാരിക്കുന്നത്? ഐ ആം എക്സ്ട്രീംലി സോറി മാഡം. ആ, തൽക്കാലം വിട്ടേക്ക്. ജയ, പിന്നെ ഞങ്ങള് തമ്മില് കണ്ടതും സംസാരിച്ചതും ഒക്കെ ആരോടും പറയാൻ നിക്കണ്ട. ഇതൊക്കെ പരമരഹസ്യമായിട്ട് സൂക്ഷിക്കണം. ശരി മാഡം. ആ, ജയൻ ഇങ്ങനെ വെറും അമ്പലക്കാളെ പോലെ നടന്നാ മതിയോ? എന്തെങ്കിലുമൊക്കെ ആവണ്ടേ? വലിയ ആളായിട്ട് മാറണ്ടേ ജയ? എന്തിനാ ജയ ഞാൻ പറയുമ്പോ ഇങ്ങനെ കിടന്ന് കരയുന്നേ? ഭാഗ്യം വരുമെന്ന് കേട്ടപ്പോ കൺട്രോള് പോയതാ മാഡം. ആ, എത്രയും പെട്ടെന്നേ താനൊരു ഡോക്ടറെ കാണണം. സൈക്കാട്രിസ്റ്റിനെ കണ്ടാ മതി. ഒരാഴ്ച ഗുളിക കഴിച്ചാലേ ഇതൊക്കെ അങ്ങ് മാറും. രാജിയോളി എനിക്കൊരു ജോലി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് ഇവര് വലിയ ആളായിട്ട് മാറുമോ? ഇവര് മന്ത്രിയായ ഞാൻ തന്നെ ആയിരിക്കും PA. ഇവനെന്താ പതിവില്ലാത്ത നേരത്ത്? ഓ, ഭാര്യ ഇവിടെ ഉണ്ട്. അവളെ കാണാത്തത് കൊണ്ട് അവന് ഇരിപ്പുറയ്ക്കുന്നില്ലായിരിക്കും. നമസ്കാരം മകനെ. ഇന്നെന്താ പതിവില്ലാതെ നട്ടുച്ച നേരത്ത്? അത് പറയാം. അളിയന്റെ അമ്മ എന്താ ഈ മുൻവശത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക്? ഓ, ഞാൻ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചങ്ങനെ ചിന്തനത്തിലിരിക്കുകയായിരുന്നു. മറ്റുള്ളവർക്കിട്ട് വെക്കാനുള്ള പുതിയ വേലയല്ലേ? അല്ല മോനെ. ഓ, അല്ല, നീ മന്ത്രിയുടെ PA ആണെന്ന് പറഞ്ഞിട്ട് നിനക്ക് മന്ത്രിയുടെ വീട്ടില് ഈ വീട്ടില് മാത്രമേ പണിയുള്ളൂ? ആ മന്ത്രിയാണെങ്കി നഞ്ചു തിന്ന കൊരങ്ങനെ പോലെ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ തുള്ളി തുള്ളി നടക്കുവാ. നിങ്ങൾ അമ്മായിയപ്പനും മരുമോനും സർക്കാരിന്റെ കാശ് മുടിപ്പിക്കുവോ? അളിയന്റെ അമ്മ ഭാരിച്ച കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട കേട്ടോ. പ്രായം ഉള്ളതുകൊണ്ട് ഞാൻ ക്ഷമിക്കുക. ഞങ്ങള് ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുക. അളിയന്റെ അമ്മ വക്ര ബുദ്ധി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങള് എന്തൊക്കെയാണെന്ന് അറിയാലോ? ഇങ്ങനെ 4 നേരം ഓസിന് ഫുഡ് അടിച്ച് നിൽക്കാതെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്ക്. ഇങ്ങനെ കണ്ടവന്റെ പരദൂഷണം പറഞ്ഞിരിക്കാതെ കട്ടിയായ ജോലി ചെയ്യും. അയ്യോ, ഞാൻ പരദൂഷണമൊക്കെ നിർത്തി. ഇപ്പൊ ദൈവിക കാര്യങ്ങളാ ഏത് നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ദൈവിക കാര്യം. നിങ്ങൾ ഞങ്ങൾക്കിട്ട് വെച്ച ചതികളൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലെന്നും അറിയില്ലെന്നും നിങ്ങൾ കരുതരുത് കേട്ടോ.